നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. CPM പാർട്ടി കോൺഗ്രസിന് തുടക്കം. CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. 10:30 പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 800-ലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മധുരയിലെത്തിയിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, PB അംഗങ്ങൾ, കേരളത്തിലെ മറ്റ് 9 മന്ത്രിമാർ എന്നിവർ മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ഈ മാസം 6-ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ പാർട്ടി കോൺഗ്രസിന് സമാപനമാകും. ഉപഭോക്താക്കളെ വലച്ച് ബാങ്കുകളുടെ സെർവർ തകരാർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ ബാങ്കുകളുടെ സെർവർ തകരാർ UPI ബാങ്കിംഗ് ഇടപാടുകൾ മുടക്കിയതോടെ രാജ്യമൊട്ടാകെ ഉപഭോക്താക്കൾ വലഞ്ഞു. സാമ്പത്തിക വർഷത്തിലെ ക്ലോസിംഗ് നടപടികളുടെ ഭാഗമായാണ് ഇടപാടുകളിൽ തടസ്സം നേരിട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടെ സാങ്കേതിക തകരാർ പരിഹരിക്കാനായി. എന്നാൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് തടസ്സമുണ്ടായില്ല. 3000-ലധികം സർക്കാർ വണ്ടികൾ വിരമിച്ചു. രജിസ്ട്രേഷൻ കാലാവധി 15 വർഷം പൂർത്തിയായതോടെ സർക്കാരിൽ നിന്ന് വിരമിച്ചത് 3591 വാഹനങ്ങൾ. കൂടുതലും പോലീസ് വകുപ്പിൽ. KSRTC ബസ്സുകൾ ഒഴികെയുള്ള വിവിധ സർക്കാർ വകുപ്പുകളിലെ വാഹന കണക്കാണിത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണെങ്കിലും ഖജനാവിലെ പണക്കിലുക്കം അനുസരിച്ച് പുതിയ വാഹനങ്ങൾക്കും വാടക വാഹനങ്ങൾക്കും സർക്കാർ അനുമതി നൽകുന്നുണ്ട്. ബൈക്ക്, ജീപ്പ്, കാർ എന്നിങ്ങനെ 916 വാഹനങ്ങളാണ് പോലീസിൽ നിന്ന് ലാസ്റ്റ് സല്യൂട്ട് വാങ്ങിയത്. തൊട്ടു പിന്നിൽ ആരോഗ്യവകുപ്പ്, വനം വകുപ്പുമാണ്. 124 വകുപ്പുകളിൽ 15 വർഷ കാലാവധി പൂർത്തിയായ വാഹനങ്ങളുടെ RCകൾ നിയമാനുസൃതം റദ്ദാക്കി. ഇനി പഞ്ചായത്തുകളിലും K-സ്മാർട്ട്. തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ ആവിഷ്കരിച്ച K-സ്മാർട്ട് പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 10 വരെ വിവിധ സേവനങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടേക്കും. ഇന്നലെ മുതൽ പഞ്ചായത്തുകളിലെ വിവരങ്ങൾ K-സ്മാർട്ടിലേക്ക് മാറ്റി തുടങ്ങി. ILGMS, സംഖ്യ, സംഗീതം, സേവന, സഞ്ജയ തുടങ്ങിയ വിവിധ സോഫ്റ്റ്വെയറുകളിലായിരുന്ന വിവരങ്ങളാണ് മാറുന്നത്. ഈ മാസം 5 വരെ പഞ്ചായത്തുകളിൽ വിവിധ സേവനങ്ങൾക്കായുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ അറിയിച്ചു. സിനിമയിൽ അനുവാദമില്ലാതെ ചിത്ര പ്രദർശനം. പ്രിയദർശനും ആന്റണിയും നഷ്ടപരിഹാരം നൽകണം. ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അധ്യാപികയുടെ ചിത്രം ഉപയോഗിച്ചതിന് സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങിയവർ 1.68 ലക്ഷം കോടതി ചെലവും നൽകണം. ചാലക്കുടി മുൻസിഫ് മജിസ്ട്രേറ്റ് MS ഷൈനിയുടേതാണ് ഉത്തരവ്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശൻ, അസിസ്റ്റന്റ് സംവിധായകൻ മോഹൻദാസ് എന്നിവരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് P. നാരായണൻകുട്ടി മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വീണ്ടും എത്തുന്നു. എമ്പുരാന് പിന്നിലെ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ. പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ എന്നിവയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രങ്ങൾ. മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്ന 4ാമത്തെ ചിത്രത്തിൽ ഫഹദ് ഫാസിലും താരനിരയിലുണ്ടായേക്കും. ഫൺ ഫാമിലി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ വർഷം മധ്യത്തോടെ ആരംഭിക്കാനാണ് തീരുമാനം. 5ാമത്തെ ചിത്രം എമ്പുരാന്റെ അടുത്ത ഭാഗമായിരിക്കും. 1-ാം തീയതി തന്നെ ശമ്പളമെത്തി. KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ നൽകിയ വാക്ക് പാലിച്ചു. KSRTC ജീവനക്കാർക്ക് മാർച്ചിലെ മുഴുവൻ ശമ്പളവും ഏപ്രിൽ 1-ന് തന്നെ നൽകി. 2020 ഡിസംബറിന് ശേഷം ആദ്യമായാണ് 1-ാം തീയതി ശമ്പളം പൂർണ്ണമായി നൽകുന്നത്. SBIയിൽ നിന്ന് 80 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകിയത്. സർക്കാർ ധനസഹായം കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കും. ശമ്പള വിതരണത്തിനായി സർക്കാർ 50 കോടി രൂപ ഗഡുക്കളായി നൽകുന്നുണ്ട്. 2 ഗഡുക്കളായി നൽകിയിരുന്ന ശമ്പളം കഴിഞ്ഞ 8 മാസമായി ഒരുമിച്ചാണ് നൽകിയിരുന്നത്. എന്നാൽ 1-ാം തീയതി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ആശാ വർക്കേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ ചർച്ച നടക്കുക. സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് S. മിനി പറഞ്ഞു. ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെ കൂടി ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചിട്ടുണ്ട്.
ഇത് 3-ാം തവണയാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുമായി ചർച്ച നടത്തുന്നത്. അതേസമയം ആശമാരുടെ സമരം 52-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിരാഹാര സമരം 14-ാം ദിവസവും തുടരുകയാണ്. 4 വർഷം ബിരുദം അടിമുടി പാളിയ അവസ്ഥയിൽ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാമെന്ന വാഗ്ദാനത്തോടെ തുടങ്ങിയ 4 വർഷ ബിരുദ കോഴ്സ് 2 സെമസ്റ്റർ ആയപ്പോഴേ അടിമുടി പാളി. 2ാം സെമസ്റ്റർ പരീക്ഷ ഈ മാസം 21-ന് തുടങ്ങാനിരിക്കെ 30% പാഠഭാഗങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ല. 90 അധ്യയന ദിവസങ്ങൾ വേണ്ടിടത്ത് 35 ദിവസമേ ക്ലാസ് ഉണ്ടായുള്ളൂ. അധ്യാപകർക്ക് അടിക്കടി സിലബസ്, ചോദ്യക്കടലാസ്, ശില്പശാലകളാണ്. ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ 3 ദിവസം ശില്പശാലയും 2 ദിവസം ഡ്യൂട്ടി ലീവും നൽകി. ഇതോടെ മാർച്ചിൽ മാത്രം 5 ദിവസം പോയി കിട്ടി. അധ്യാപകർ ചോദ്യപേപ്പർ ഉണ്ടാക്കി യൂണിവേഴ്സിറ്റിക്ക് നൽകണം. 2ാം സെമസ്റ്റർ മൂല്യനിർണ്ണയം സർവകലാശാലയാണ് നടത്തേണ്ടതെങ്കിലും അതും കോളേജുകളിലേക്ക് മാറ്റാൻ ശ്രമം തകൃതിയാണ്. പുസ്തകമില്ലാതെ പഠിക്കേണ്ട ഗതികേടിലാണ് കുട്ടികൾ. പുതിയ സിലബസ് ആയതിനാൽ അച്ചടിച്ച പുസ്തകമില്ല. 3000-4000 രൂപ വിലയുള്ള വലിയ അന്താരാഷ്ട്ര ഗ്രന്ഥങ്ങളാണ് റഫറൻസ്. ഇവ ലൈബ്രറികൾ പോലുമില്ല. അധ്യാപകർ പ്രസക്തമായ പേജുകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് കുട്ടികൾക്ക് നൽകുകയാണ്. 2ാം സെമസ്റ്റർ ക്ലാസ് 3/4 ഭാഗവും പൂർത്തിയായപ്പോൾ സിലബസ് മാറി. പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയായിരുന്നെന്നാണ് വിശദീകരണം. അവധി ദിനങ്ങൾ വരുന്നതോടെ സിലബസ് പഠിപ്പിച്ചു തീർക്കാതെയാവും പരീക്ഷകൾ നടത്തുന്നത്. മകന്റെ ആക്രമണത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ മകന്റെ ആക്രമണത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. കണ്ണാടിപ്പൊയിൽ സ്വദേശി രതിയെയാണ് മകൻ രതിൻ കുക്കറിന്റെ അടപ്പ് കൊണ്ട് തലയ്ക്കടിച്ചത്. മകൻ, ഭർത്താവ്, മകന്റെ ഭാര്യ എന്നിവരാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്ന് ആക്രോശിച്ചായിരുന്നു മകന്റെ ആക്രമണം. ഇതുകൂടാതെ കഴുത്തിൽ കുത്തിപ്പിടിച്ചെന്നും രതി പറയുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മകൻ അമ്മയെ ആക്രമിച്ചത്. ഞായറാഴ്ചയാണ് മകൻ ഗൾഫിൽ നിന്നെത്തിയത്. വീട്ടിലെത്തിയ മകൻ രതിൻ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് രതിയോട് ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചതോടെയാണ് ആക്രമിച്ചത്. ബാലുശ്ശേരി പോലീസിലാണ് പരാതി നൽകിയത്. സംഭവം നടക്കുമ്പോൾ രതിയുടെ ഇളയ മകളും ഉണ്ടായിരുന്നു. പരിക്കേറ്റ രതിയെ സംഭവം നടന്ന അന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇന്നലെ ആശുപത്രി വിട്ടെങ്കിലും അടിവയറ്റിൽ വേദനയുണ്ടായതിനെ തുടർന്ന് വീണ്ടും ചികിത്സ തേടിയിരിക്കുകയാണ്. ഭക്തി നിറവിൽ കൊല്ലങ്കോട് തൂക്കം നടന്നു. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിലെ പ്രധാന നേർച്ചയായ പിള്ളത്തൂക്കത്തിന് ഭക്തി സാന്ദ്രമായി തുടക്കം. രാവിലെ ദേവിയെ പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തൂക്കക്കാർ ഒന്നടങ്കം ഘോഷയാത്രയായി കീഴ്വിളാകം തറവാട്ടിൽ നിന്നൊരുങ്ങി എത്തിയതോടെയാണ് തൂക്ക നേർച്ചകൾക്ക് തുടക്കമായത്. ക്ഷേത്രത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ 4 ദേവി തൂക്കങ്ങൾ കഴിഞ്ഞതോടെ കുട്ടികളെ വില്ലിന്മേലേറ്റുന്ന നേർച്ച തൂക്കങ്ങൾക്ക് തുടക്കമായി. തൂക്ക നേർച്ചകൾ ഇന്ന് പുലർച്ചെയോടെ പൂർത്തിയായി. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിയുടെ മൊഴി ഞെട്ടിക്കുന്നത്. ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ യുവതിയുടെ മൊഴി പുറത്ത്. പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് മൊഴി. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കെതിരെയാണ് യുവതി മൊഴി നൽകിയത്. ശ്രീനാഥ് ബാസിക്ക് കഞ്ചാവ് കൈമാറി. ഷൈൻ ടോം ചാക്കോ കസ്റ്റമറാണെന്നും മൊഴി. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും കൊച്ചിയിൽ ലഹരി കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. തസ്ലീന സുൽത്താനയാണ് എക്സൈസിന് മൊഴി നൽകിയത്. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. പ്രതിക്ക് സിനിമാ മേഖലയിലെ മറ്റുന്നതരുമായും ബന്ധം. വിദേശത്ത് നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വിതരണം ചെയ്തു. ആലപ്പുഴയിൽ പ്രതികളെ എത്തിച്ചത് കെണിയൊരുക്കിയെന്നും മൊഴി. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ടയാണ് ഇന്നലെ നടന്നത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ ചെന്നൈ സ്വദേശിനിയെ എക്സൈസ് പിടികൂടി. കഞ്ചാവുമായി എത്തിയത് ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താനയാണ്. ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നാർക്കോട്ടിക്സ് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ മാരാരിക്കുളത്തെ ഗാർഡൻ എന്ന റിസോർട്ടിൽ നിന്ന് ഇവരെ പിടികൂടുന്നത്. കായിക ലോകം. മെസ്സിയുടെ അംഗരക്ഷകന് ടച്ച് ലൈൻ വിലക്ക്. ലയണൽ മെസ്സിയുടെ അംഗരക്ഷകൻ യാസീൻ ചുക്കാവിനോട് ഇനി US-ലെ മേജർ സോക്കർ ലീഗ് മത്സരങ്ങളുടെ ടച്ച് ലൈനിൽ നിൽക്കേണ്ടതില്ലെന്ന് സംഘാടകർ നിർദ്ദേശിച്ചു. MLS മത്സരങ്ങളുടെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതല തങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുന്നതിനാലാണ് സ്വകാര്യ അംഗരക്ഷകരെ ടച്ച് ലൈനിൽ നിന്ന് വിലക്കുന്നതെന്നാണ് വിശദീകരണം. US ക്ലബ് ഇന്റർ മയാമിയിൽ ചേർന്നതു മുതൽ ലയണൽ മെസ്സിക്കൊപ്പം നിഴൽ പോലെയുള്ള ആളാണ് മുൻ US സൈനികനായ യാസീൻ ചൂക്കോവ്. 36-കാരനായ യാസീൻ ഫുട്ബോളുമായി ബന്ധമില്ല. മിക്സ്ഡ് മാർഷൽ ആർട്സ് താരമായിരുന്ന യാസീൻ തായ്ക്വാണ്ടോ, ബോക്സിംഗ് എന്നിവയിൽ വിദഗ്ധനാണ്.
നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഏത് പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈന്തപ്പഴം. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഈന്തപ്പഴത്തിൽ കലോറി കൂടുതലാണ്. ദിവസവും 2 ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ചെറുകുടലിലെ അമോണിയ നിർവീര്യമാക്കാനും ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കും. ഈന്തപ്പഴം ഫൈറ്റോ ഹോർമോണുകളുടെ ഉറവിടമായതിനാൽ ചർമ്മത്തിൽ യുവത്വം നിലനിർത്താനും സഹായിക്കും. ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ, മാംഗനീസ്, സെലനിയം തുടങ്ങിയ ഘടകങ്ങൾ എല്ലുകളെ ബലപ്പെടുത്താനും നല്ലതാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.